ഹായ് നമസ്കാരം ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്തിൻ്റെ തൈയാണെന്ന് മനസ്സിലായോ? ഇത് നമ്മൾ കൂർക്ക, ചീവക്കിഴങ്ങ് എന്നൊക്കെ അറിയപ്പെടുന്ന തൈയാണേ. കടയിൽ പോയി വിഴുക്കുവരട്ടി വയ്ക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ചീവക്കിഴങ്ങ്. ഇതാ ചീവക്കിഴങ്ങെന്ന് പറയുന്നത്. വാങ്ങിയപ്പോൾ ഞാൻ കരുതി രണ്ടെണ്ണം ഒന്ന് മുളപ്പിച്ചെടുക്കാമെന്ന്. അങ്ങനെ ഞാനാണെങ്കിൽ ജസ്റ്റ് വളമൊന്നും ഇടാതെ തന്നെ മണ്ണിലേക്ക് കുഴിച്ച് വെച്ച് ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നേ. 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമായിരുന്നു. എന്ത് വന്നേലും അത് മുളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടാം. വളമൊക്കെ ഇട്ടിട്ട് മാറ്റിയിടാം. ആദ്യം തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാമേ. മൂടിളക്കിയെടുക്കാം. ദേ കണ്ടോ, വേരിനൊന്നും ക്ഷതം പറ്റാതെ ഈ 2 മൂട് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുത്തിട്ട് മാറ്റി നടാം. രണ്ട് മൂടല്ല കേട്ടോ, ഇനിയും ഉണ്ട്. ഞാൻ 7 മൂട് പാകിയായിരുന്നു, പക്ഷേങ്കിൽ 5 മൂട് കിളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി നടാം. നമുക്ക് ഇവിടെ ആയിട്ട് നട്ടു കൊടുക്കാമേ. അതിനുവേണ്ടി നമുക്കാണെങ്കിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചാമ്പലിട്ട് കൊടുക്കാം. ഇനി ഈ ചാമ്പലും ചാണകപ്പൊടിയും കൂടി ഇട്ടത് ഒന്ന് കൊത്തി കൊടുക്കാം. നമ്മൾ നല്ലതായിട്ട് കിളച്ചിട്ടിരുന്നതായിരുന്നേ. നടാനുള്ള ഭാഗം ഒന്ന് കൊത്തി കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ടാണ് ചെറിയ കുന്താലി, വലിയ കുന്താലി പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. നമുക്ക് തോരൻ വയ്ക്കാനും വിഴുക്കുവരട്ടി വയ്ക്കാനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന കൂർക്ക അല്ലെങ്കിൽ ചീവക്കിഴങ്ങ്, അതിൽ നിന്ന് 3 എണ്ണം എടുത്താണെങ്കിലും നമ്മൾ കുഴിച്ചിട്ടിട്ട് അതൊന്ന് കിളിപ്പിച്ചിട്ട് നമുക്ക് മാറ്റി നടാവുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ വളം മിക്സ് ചെയ്തിട്ടുണ്ടേ. വളം ഇട്ടേക്കുന്ന നമ്മൾ ഈ കൊത്തിയ ഭാഗത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നനച്ച് കൊടുക്കാം. ചാണകപ്പൊടിയും ചാമ്പലും കൂടി ഇട്ട് നന്നായിട്ട് നനച്ചിട്ടേക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതൊന്ന് നട്ടു കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും നട്ടു കൊടുക്കാമേ. കണ്ടോ, നമ്മളങ്ങനെ 5 മൂട് നട്ടിട്ടുണ്ട്. പിന്നെ 2 മൂടാണെങ്കിൽ മുള വരുന്നതേ ഉള്ളൂ കേട്ടോ. മുള വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത്. കച്ചവടത്തിന് വേണ്ടിയാണെങ്കിലല്ലേ നമ്മൾ ഒരുപാട് സ്ഥലത്തൊക്കെ കൃഷി ചെയ്യേണ്ടുന്ന ആവശ്യമുള്ളൂ. നമ്മളുടെ അടുക്കള ആവശ്യത്തിന് വേണ്ടിയുള്ളത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. ഇതുപോലെ എല്ലാവരും ചെയ്താൽ മതി. ഇപ്പം വെള്ളം ഇപ്പം തന്നെ ഒഴിച്ചതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഇത് നല്ല പച്ചയോടുകൂടി തന്നെ നിൽക്കും. 3-4 ദിവസം രാവിലെയും വൈകിട്ടും ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉന്മേഷത്തോടുകൂടി ഇവർ കിളിച്ച് കയറി വരും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശരി ഫ്രണ്ട്സ്.